നമുക്കൊപ്പം സഫാൻ റാഷിദ് കൂടി ചേരുന്നുണ്ട് മീഡിയ വൺ വെബ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. സഫാൻ, രണ്ട് കോച്ചുമാർ സൗത്ത് ഗേറ്റ്, ലാഫുവന്റെ ഇവരുടെ തന്ത്രങ്ങൾ അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം താരങ്ങൾ തമ്മിലുള്ള മത്സരം എന്നതിനേക്കാൾ അപ്പുറത്ത് ഈ രണ്ട് കോച്ചുമാർ തമ്മിലുള്ള ഒരു അംഗം വെട്ടുകൂടിയാണല്ലോ. അപ്പോൾ അതിൽ ആർക്ക് മാർക്ക് ഇടേണ്ടി വരും? നമ്മൾ തീർച്ചയായിട്ടും മാർക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ സ്പാനിഷ് കോച്ച് ലാഫുവന്റേക്ക് തന്നെ കൊടുക്കണം. കാരണം അദ്ദേഹത്തിന്റെ കഥ പറയുകയാണെങ്കിൽ നമുക്കൊരു സിനിമാ കഥയൊക്കെ പോലെ പറയാവുന്ന ഒരു സംഭവമാണ്. കാരണം ആ കഥ തുടങ്ങുന്നത് 2022 ഖത്തർ ലോകകപ്പിലെ മൊറോക്കോ സ്പെയിൻ മത്സരത്തിൽ നിന്നാണ്. ആ മത്സരത്തിൽ സ്പെയിൻ കളിയുടെ 40% പന്ത് അവരുടെ കാലുകളിലായിരുന്നു. പക്ഷേ അവർ മൊറോക്കോയുടെ പോസ്റ്റിലേക്ക് ആകെ ഒരേ ഒരു ഷോട്ട് മാത്രമാണ് അടിച്ചത്. നമുക്കെല്ലാവർക്കും അത് ഓർമ്മയുണ്ടാകും. എന്നിട്ട് എല്ലാവരും സ്പെയിനെ അന്ന് വളരെയധികം പരിഹസിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. തുടർന്ന് മൊറോക്കോയുടെ അവർ ഷൂട്ടൗട്ടിൽ പുറത്താകുന്നു. ശേഷം അവരുടെ കോച്ച് ലൂയിസ് എൻറിക്കെ എന്ന് പറയുന്ന ഒരു അധികായനായ കോച്ച് തന്നെയായിരുന്നു അന്ന് പരിശീലിപ്പിച്ചിരുന്നത്. അദ്ദേഹം പോകുന്നു. പിന്നീട് സ്പെയിനിലെ അവരുടെ ഫുട്ബോൾ ആസ്ഥാനത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണ്, ആരാണ് ഇനി കോച്ചാകുക എന്നുള്ളത്. അങ്ങനെ പല വലിയ പേരുകൾ. കാരണം നമുക്കറിയാം സ്പെയിൻ എന്ന് പറയുന്നത് കോച്ചുമാരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി തന്നെയാണ്. പെപ് ഗാർഡിയോളെ പോലെ അല്ലെങ്കിൽ മൈക്കേൽ ആർട്ടേറ്റയെ പോലെയൊക്കെയുള്ള ക്ലബ്ബിലെ ഏറ്റവും വലിയ പരിശീലകർ വരുന്ന രാജ്യമാണത്. പക്ഷേ ഒടുവിൽ അവരൊരു പേര് പ്രഖ്യാപിക്കുന്നു, ലാഫുവന്റ. അപ്പോൾ പലരും ആ ഒരു പേര് കേട്ട് ഞെട്ടി. കാരണം ഇതൊരു മുമ്പൊരു ഇതേവരെ ഒരു അന്താരാഷ്ട്ര ടീമിനെ പരിശീലിപ്പിച്ചിട്ടില്ല, ഒരു ക്ലബിനെ, ഒരു സീനിയർ ക്ലബിനെ പരിശീലിപ്പിച്ചിട്ടില്ല. അങ്ങനെ പലരും അതിനെതിരെ വിമർശനവും വരുത്തി. ഇയാൾ എന്താണ് ഈ സ്പാനിഷ് ടീമിൽ ചെയ്യുക എന്നതടക്കമുള്ള വലിയ സന്ദേഹങ്ങളുണ്ടായിരുന്നു. ഏറെക്കുറെ അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിനൊരു തുടക്കവും. കാരണം അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത് രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ സ്കോട്ട്ലൻഡിനോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽക്കുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്പാനിഷ് നിര കൂടുതൽ കരുത്താർജിക്കുന്നതാണ്. പൊതുവെ സ്പെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ടിക്കി ടാക്ക് അല്ലെങ്കിൽ ചെറിയ പാസുകളിലൂടെ മുന്നേറി 2008-ലും 2010 ലോകകപ്പിലും 2012 യൂറോയിലും എല്ലാം ജേതാക്കളായ ഒരു ടീം. പക്ഷേ പിന്നീട് അവർ ആ ഒരു ശൈലി തന്നെ ആവർത്തിച്ച് വിജയങ്ങൾ നേടാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ അവർ പിന്നീട് പരാജയപ്പെടുന്നതാണ് നാം കണ്ടത്. എന്നാൽ ഈ കോച്ച് വന്നതിന് ശേഷം ആ ശൈലിയെ അടിമുടി മാറ്റി. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മൾ ഈ യൂറോയിൽ കണ്ടത്. കാരണം പന്ത് കാലുകളിൽ ഇല്ലാതെ തന്നെ അവർ മത്സരം വിജയിക്കുന്നു. ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരെ എതിരില്ലാത്ത 3 ഗോളിന് ജയിക്കുമ്പോൾ പോലും അവർ പൊസിഷനിൽ പിന്നിലാണ്. അതായത് സ്പാനിഷ് ഫുട്ബോളിനെ അടിമുടി മാറ്റിമറിച്ച ലാഫുവിൻ്റെ തന്നെയാണ് ഏറ്റവും മികച്ച കോച്ച്. ഇനി നമ്മൾ സൗത്ത് ഗേറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന സ്ഥിതിയിലാണ്. കാരണം റിസൾട്ട് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ അദ്ദേഹം ഒരു ടാക്ടിക്കൽ കോച്ചാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇൻഡിവിജ്വൽ ബ്രില്യൻസുകളാണ് സൗത്ത് ഗേറ്റിനെ രക്ഷിച്ചു നിർത്തുന്നത്. കാരണം സ്ലൊവേനിയക്കെതിരെ 90-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാം നേടിയ ഒരു ബൈസിക്കിൾ ഗോൾ, സ്വിറ്റ്സർലൻഡിനെതിരെ സാക്ക് നേടിയ ഒരു ഒറ്റയാൾ ഗോൾ, പോയ മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ അവസാന മിനിറ്റിൽ ഓലി വാറ്റ്കിൻസ് നേടിയ ഒരു അസാധ്യമെന്ന് വിളിക്കപ്പെടുന്ന ഒരു ആംഗിൾ നേടിയ ഗോൾ. അങ്ങനെ പലപ്പോഴും ഇൻഡിവിജ്വൽ ബ്രില്യൻസുകളിൽ രക്ഷപ്പെട്ടു പോരുന്ന ഒരു കോച്ചാണ് സൗത്ത് ഗേറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.